ഹലോ! എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇപ്പം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് എഴുന്നേറ്റ് വരാൻ നല്ല മടിയാണ്. അലാറം ഇങ്ങനെ അടിക്കും, പക്ഷേ ഓഫ് ചെയ്യും. അങ്ങനെയാണ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് 7 മണിയായി എഴുന്നേറ്റ് വന്നപ്പം തന്നെ. അപ്പോൾ പശുക്കുട്ടി ഇരുന്ന് പഠിക്കുന്നുണ്ട്. എന്തോ എക്സാം ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഏട്ടൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ചോറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് പോകാമെങ്കിൽ പിന്നെ ഏട്ടനെടുത്ത് കഴിച്ചോളുമല്ലോ. അപ്പോൾ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അതിനെ ഒന്ന് മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചു. രാവിലെ ഇന്ന് പശുക്കുട്ടിക്കും വിമാനം സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് ഇഡലിയും സാമ്പാറും കൂടാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അത് തന്നെയായിരുന്നു. അപ്പോൾ അവർ ചോറ് വൈകിട്ട് വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഇഡ്ഡലിയുടെ കൂടെ ഞാൻ ചട്നിയും കൂടെ അരച്ചു. അല്ലെങ്കിൽ സാമ്പാർ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. വൈകിട്ട് പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് വേഗം പോയിട്ട് തേങ്ങ ചട്നിയും കൂടെ അരച്ചു. അപ്പോൾ പശുക്കുട്ടി ആദ്യം പോകുന്നത് കൊണ്ട് അവൾ തന്നെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. വിവാൻകുട്ടി ഇവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവൻ പശുക്കുട്ടി പോയതിന് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ ഏട്ടനാണ് അയൺ ചെയ്യാൻ പഠിപ്പിച്ച് കൊടുത്തത്. ഇപ്പം അതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെത്താനെ അയണൊക്കെ ചെയ്തോളും. അതുകൊണ്ട് രാവിലെ ആ ഒരു പരിപാടിയില്ല. അല്ലെങ്കിൽ ഏട്ടനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഓഫീസിൽ പോകേണ്ട സമയമാകുമ്പോൾ എല്ലാം കൂടി ധൃതിയായിരിക്കുമല്ലോ. ഇപ്പോൾ അവന് പഠിപ്പിച്ച് കൊടുത്തത് കൊണ്ട് അവൻ തന്നെ അതൊക്കെ ചെയ്തോളും. എനിക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അവൻ നന്നായിട്ട് ചെയ്യുമോ, കാരണം ചൂടാണല്ലോ. പക്ഷേ അവൻ നീറ്റായിട്ട് നല്ല സേഫായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ക്ഷീണമായിരിക്കും, പിന്നെ മടി കാരണം ഒന്നും ചെയ്യാൻ തോന്നില്ല. വീട്ടിൽ കയറി വരുമ്പോൾ ഫുള്ളിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുമ്പം ഭയങ്കര ഒരു ഡിസ്റ്റർബൻസാണ്. എനിക്കൊരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയാവും. പിന്നെ എല്ലാവരോടും വഴക്കിടാൻ തോന്നും. അങ്ങനെ പിന്നെ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാം നീറ്റായിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ വശിക്കുട്ടി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. ഇന്ന് സ്കൂളിൽ നിന്ന് അവർ ഏതോ ഒരു കോളേജിൽ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ കോളേജിലും അതുപോലെ തന്നെ ഇവിടുത്തെ കമ്പനീസിലൊക്കെ അവർ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ ടൈം തന്നെയാണ്. തിരിച്ച് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പോയത്. അപ്പോഴത്തേനും വിവാൻകുട്ടി ഇവിടെ റെഡി ആയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലായിടവും ഒന്ന് വൃത്തിയാക്കി, സ്റ്റൗ ഉടനെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല, നല്ല ചൂടോടിരുന്നു. അപ്പോൾ ഞാൻ ചോറും തോരനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മീനിനി ഏട്ടൻ പിന്നെ വറുത്തോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അത് മാത്രം ഫ്രൈ ചെയ്യാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ കിച്ചണും കൂടെ ഒന്ന് സെറ്റാക്കി ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങിയെങ്കിൽ പിന്നെ ഇന്ന് വന്ന് വലിയ പണിയും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം വൈകിട്ടത്തേക്ക് ഇനി ചോറുണ്ടല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നും ഉണ്ടാക്കണ്ട. അപ്പം ഇനി വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോയി റെഡി ആവാൻ. അപ്പോൾ ജീന വരെ എന്നെ പിക്ക് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇന്ന് കറങ്ങാൻ ഇറങ്ങുന്നത്. കറക്കമല്ല, ജീനയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കൂടെ ചുമ്മാ കൂടെ പോകണമെന്നേ ഉള്ളൂ, ഒരു ടൈം പാസിന്. അപ്പോൾ ജീന വന്ന് എന്നെ പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ 2 തത്തയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെല്ലാം ഇതുപോലെ ബ്ലാങ്കറ്റ് വെച്ച് മറയ്ക്കുകയാണ്. ഇതിപ്പോൾ തത്തയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ, ഈ ഓയിൽ ഹീറ്റർ. ഇത് മൊബൈലിൽ ഒരു ആപ്പുണ്ട്. ആപ്പ് വഴി നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓണും ഓഫും ഒക്കെ ചെയ്യാൻ പറ്റും. അതൊരു വലിയ സൗകര്യമാണ്. കാരണം എപ്പോഴും ചിലപ്പോൾ ഇപ്പോൾ വീട്ടിലുണ്ടായിരിക്കണമെന്നില്ല. ഇപ്പോൾ നല്ല തണുപ്പായിരിക്കും. നമ്മൾ വീട്ടിൽ ചിലപ്പോൾ പകൽ സമയത്തൊന്നും അങ്ങനെ ഹീറ്റർ ഇടാറില്ല, രാത്രിയിലാണ് ഇടുന്നത്. അപ്പോൾ പകൽ ഇവർക്ക് ഒരു ചൂട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ സംവിധാനം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് എവിടെ പോയാലും അപ്പം കുറച്ച് നേരം ഒന്ന് ഓൺ ചെയ്ത് ഇടുകയും ചെയ്യാം. ഇവിടെ ഇന്ന് വെള്ളയപ്പവും തേങ്ങാപ്പാലുമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇഡലിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ പാലപ്പം കണ്ടപ്പോൾ ഒരു കൊതി, അങ്ങനെ വേഗം ഒരെണ്ണം കഴിച്ചു കേട്ടോ. അപ്പോഴത്തേന് ജീനയും പിന്നെ റെഡിയായൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ്. ഒരു രസം കേട്ടോ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ പോവാറുണ്ട്. ഇപ്പുറത്ത് കാണത്തില്ല. അങ്ങനെ ഞങ്ങൾ വന്നത് സിൽവർ ബേണിലാണ് കേട്ടോ. സിൽവർ ബേണിൽ ഓരോരോ ഷോപ്പായിട്ട് ഇങ്ങനെ വെറുതെ കയറി ഇറങ്ങി നടക്കും. 1-2 ജാക്കറ്റൊക്കെ നോക്കി. ഇപ്പം വിൻ്റർ സമയമായതുകൊണ്ട് എവിടെ നോക്കിയാലും വിൻ്റർ കളക്ഷൻസാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ തേരാപ്പാര ഓരോരോ ഷോപ്പുകളായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി. അതൊരു രസമാണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസം. ചുമ്മാ എല്ലാത്തിൻ്റെ വിലയൊക്കെ നോക്കാം. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സെയിലും കാര്യങ്ങളും കാണും. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വന്ന ഉടനെ തന്നെ പ്രത്യേകിച്ച് ഇന്ന് പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ചുമ്മാ ഇരിക്കുകയല്ലേ, എന്നാൽ പിന്നെ ഒരു പേരയ്ക്ക കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അതവിടെ പഴുത്തിരിക്കുന്നു. അപ്പോൾ അത് നല്ല പേരയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലേക്ക് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഈ മുന്തിരിങ്ങയിൽ ഉപ്പും മുളകും അതുപോലെ വെളിച്ചെണ്ണയും വിനിഗറൊക്കെ ഇട്ട് കഴിക്കുന്നത്.
ഞാൻ വിനീഗർ ഇട്ട് ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ ഉപ്പുമുളക് ഇട്ട് കഴിച്ചാൽ എന്താ ടേസ്റ്റ് അല്ലേ. മാങ്ങയും ഈ പേരയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക രുചിയാണ്. സോറി, ആരുടെയെങ്കിലും വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. വേഗം തന്നെ മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ചോളൂ. എന്തത്? എന്ത് തോപ്പിച്ചു? ഓക്കെ, അപ്പോൾ അത് ഇൻഫ്രാറെഡ് ആൾക്കാരെ പറ്റി ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുക. ഇൻഫ്രാറെഡ് ആണ് ആൾക്കാർ മോണിറ്റർ ചെയ്യുന്നത്. ഫൈബർ ഇല്ലേ, ഇന്റർനെറ്റ്, അതിന് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ പറഞ്ഞു ഇഫ് യു കൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ കറക്റ്റ്ലി ഐ ഗിവ് യു ദിസ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അന്ന് വാട്ട് ഇസ് ഇൻ ബിറ്റ്വീൻ ഇൻഫ്രാറെഡ് ആൻഡ് അൾട്രാ വയലറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ എന്ന് പറഞ്ഞു. എനിക്ക് കറക്റ്റ് ആൻസർ. സൂപ്പർ. അത് ഇതൊരു ലൈറ്റ് പോലെ വലിയൊരു സൗണ്ടിൽ പോലെ അല്ലേ. കീറാതെ അങ്ങനെ എടുക്ക്. ഇത് പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ ഉണ്ടായിരുന്നു പണ്ട്. ഇത് പല കളറിലുള്ളതുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. വേറെ ഉള്ളവർക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയ? എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. എല്ലാ കുറെ സ്കൂളൊന്നും എനിക്ക് മാത്രമേ കിട്ടിയ. സ്കൂളിൽ എല്ലായിടത്തും, എന്റെ സ്കൂൾ മാത്രമല്ല എല്ലായിടത്തും. സൂപ്പർ. ടീച്ചറിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ ഇടാൻ പോണ ഇൻസ്റ്റാഗ്രാമില്. അടിപൊളി. ബാറ്ററി എടുത്ത് ഒന്നേ കൊടുക്കത്തുള്ളായിരുന്നു അവര്. ആ ഒന്നേ ഞാൻ എടുത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വശിക്കുട്ടി കോളേജിലൊക്കെ പോയി സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. സമ്മാനം ചെറുതോ വലുതോ എന്നല്ല, അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഡ്രസ്സ് പോലെ മാറാൻ തന്നെ വേഗം തന്നെ അതിന് ബാറ്ററിയൊക്കെ കണ്ടുപിടിച്ചിട്ട് കത്തിച്ചതിന് ശേഷമാണ് സമാധാനമായത്. ഞാൻ പിന്നെ വൈകിട്ട് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പം ഏട്ടനും വശിക്കുട്ടിയും കൂടെ എനിക്ക് എന്തോ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഈ കണ്ണ് പൊത്തിക്കൊണ്ട് പോകുന്നത്. എനിക്കത് ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണ് നല്ല വേദന എടുത്തോണ്ടിരിക്കും. ഞാൻ അതിന് അലറി വിളിച്ചുകൊണ്ടാണ് പോകുന്നത്, ദയവ് ചെയ്ത് എൻ്റെ കണ്ണ് പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ മൈക്രോ ഓവനായിരുന്നു കേട്ടോ. ഞാൻ ഈയിടെ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് വാങ്ങണമെന്ന്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് ഫുഡൊക്കെ പെട്ടെന്ന് തണുത്തു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ മൈക്രോ ഓവൻ വളരെ ഉപകാരമാണ്. നമ്മൾ ഈ വീട്ടിൽ വന്ന സമയത്ത് സമ്മറായിരുന്നു. ആ സമയത്ത് എനിക്ക് പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ, പിന്നെ വാങ്ങാമെന്ന് വെച്ചിട്ട്. പക്ഷേ ഇപ്പം തണുപ്പായതുകൊണ്ട് ഒരു രക്ഷയില്ല. എല്ലാം നമുക്ക് ചൂടോട് തന്നെ കഴിക്കാൻ തോന്നത്തുള്ളൂ. ഒന്നും തണുത്ത് കഴിക്കാൻ ഇഷ്ടമേ പെടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടൻ എനിക്ക് സർപ്രൈസായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ ജിമ്മിൽ പോയ സമയത്ത് ഏട്ടൻ ആസ്ഡേയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇത് കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ കിട്ടിയ ഉടനെ പിന്നെ നമ്മളതിനെ പൊട്ടിച്ച് നോക്കണമല്ലോ. അപ്പോൾ തന്നെ ഉള്ളൊരു ഒരു മനസ്സമാധാനം. അതെന്തും അങ്ങനെയാണല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ എന്ത് സാധനമാണേലും കൈ കിട്ടി കഴിഞ്ഞാൽ അപ്പം നോക്കിയിരിക്കണം. അങ്ങനെ ഇതിനെ ഇനിയെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കണം. ഇനി കിച്ചണിൽ പോയിട്ട് അതിനുള്ള സ്ഥലമൊക്കെ കണ്ട് വെക്കണം. മിക്കവാറും ഞാൻ ആ മിക്സിയുടെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് പ്ലഗ് ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക.